emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job, and I find some peace in the stations that I throw on. But I wish there was a song with your name as the title. Oh yeah, I wish there was a song with your name. അപ്പോൾ നമ്മളിവിടെ ഒരു നിയർ ബൈ ഒരു വാലി പോലെ സ്ഥലത്ത് വന്നേക്കാണ്. ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ആസ് അർസ്ലോട്ട്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ഹൈക്കിംഗ് ആൻഡ് ഒരു വ്യൂ അങ്ങനെ സെറ്റപ്പാണ്. ആൻഡ് ഇവിടെ നമ്മൾ വന്നിട്ട് ബാക്കി നമ്മൾ പ്ലാൻ ചെയ്യണം. ആൻഡ് ലുക്ക് അറ്റ് ദ വ്യൂ ഒക്കെ സീനില്ല, അടിപൊളി. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു ദാറ്റ്. ഇതാണ് സ്ഥലത്തിൻ്റെ പേര്, അർസ്ലോട്ട്. ഇവിടെ നല്ല വ്യൂ ആണ്. ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് പ്രൈസ് തിരിച്ചെന്തോ ട്രെയിനിലൊക്കെ വരാം. ടിക്കറ്റിന് എത്രയാണ് ഇപ്പോൾ? ഒരാൾക്ക് 12 Swiss francs. ഓക്കെ. Under 5 is free. 6 to 15 is 750. റിട്ടേൺ എങ്ങനെ? Return is via train. ഓക്കെ. So guys, we are continuing. നമ്മള് ഇവിടെ നടന്നു പോകുമ്പോൾ ഒരു ഇൻഫന്റ് അല്ല, ഒരു 2 ആഴ്ചയിലാണുള്ളൂ. ഒരാഴ്ചയൊക്കെ മാക്സിമം കൊച്ചിനെ എടുത്ത് വന്നേക്കണേ. ഇവരുള്ളവരൊക്കെ അങ്ങനെയാണ്, നമ്മളോടൊക്കെയാണ് സീൻ വെറുതെ. എന്തായാലും ഫോട്ടോജനിക്കാണ് ഇവിടെ. സ്വിറ്റ്സർലാൻഡ് എവിടെ വന്നാലും ഫോട്ടോജനിക്കാണ്, ഇൻസ്റ്റാഗ്രാമബിൾ സീൻസാണ് ഇവിടെ. എന്തായാലും സ്ഥലം കൊള്ളാം ഗൈസ്, പൊളി. ഞാൻ ആദ്യമേ പറഞ്ഞ നടക്കാൻ ഭയങ്കര ഹൈക്കിംഗ് സ്ട്രിപ്പാണെങ്കിൽ ഞാൻ അത്ര അങ്ങനെ ഭയങ്കര ഹൈക്കിംഗ് എൻജോയ് ചെയ്യാത്ത ആളാണ്. ഞാനിവരോടൊക്കെ ഇപ്പോൾ ഞാനില്ല ഹൈക്കിംഗ് ആണ്, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. അടിപൊളി. സ്ഥലം വെറുതെ പൊള്ളിയാണ്. നമ്മളിവിടുത്തെ പിക്കൊക്കെ എടുത്ത് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഇപ്പം ചെറിയ രീതിയിൽ തണുപ്പുണ്ടോ എന്നൊരു ഡൗട്ട്. ഇല്ല, കുഴപ്പമില്ല, കൊള്ളാം. കൊച്ചു കുട്ടികളൊക്കെയാണ് വന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇൻഫൻ്റാണ്, 2 ആഴ്ച പോലും ഇല്ല ആ കൊച്ച്. അതിനാണ് അവർ പിടിച്ച് വന്നേക്കണേ. വെയിറ്റ് അവർ പോട്ടെ. ബ്ലൂയിഷ് അല്ലാന്നുള്ളൂ, പക്ഷെ വെറുതെ വെള്ളം വെറുതെ പൊള്ളി. നമ്മൾ വേണ്ടി അവർ മാറിക്കണാണ്. എന്തായാലും നമ്മൾ യോങ്ഫ്രോ പോവാതെ വെതർ സീനായിട്ട് മാറ്റി വെച്ചാൽ ഇവിടെ വന്നാലും കൊള്ളാം. നമ്മുടെ ഗുണാക്കേവിൻ്റെ ഒക്കെ ഒരു കട്ടുണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ? അല്ല ജോൻ, നമ്മുടെ ഗുണാക്കേവിൻ്റെ ഒരു കട്ടില്ലേ? ഗുണാക്കേവ് ഗുണാക്കേവല്ല ഗൈസ്, നമ്മൾ സ്വിറ്റ്സർലൻഡിൽ
ഏതാണ് ഡെസ്റ്റിനേഷൻ? ആ, അരശ്ലോർത്ത് പറഞ്ഞ സ്ഥലത്താണ് ഗൈസ്. ഇവർ പറയണത് ഇത് ആക്ച്വലി ഗ്ലേഷ്യർ മെൽറ്റായിട്ട് വരുന്ന വെള്ളമാണെന്നാണ് ഈ പറയണം. ഈ ഒരു ചെറിയൊരു സ്ട്രീം പോലെ ഒഴുകാനുണ്ടോ ഗ്ലേഷ്യർ മിൽക്ക്. ഇറ്റ്സ് കോൾഡ് ആസ് ഗ്ലേഷ്യർ മിൽക്ക്. സ്പൈറൽ കാവിറ്റീസ് ഇൻ ഗ്ലേഷ്യർ ലൈഫ്. അതാണ് ആ സംഭവം. ഇതെന്താ അതെ നമുക്ക് ഹുഡിയോ? നീ ഹുഡിയിട്ടുണ്ടല്ലേ? ആ, എൻ്റെ ഹുഡി കാറില്. എന്തോ ഒഴുക്കാണ് ഈ വെള്ളത്തിന്. പൊന്നെ, അടിപൊളി അടിപൊളി അടിപൊളി. അതെ 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 അതെ. നിങ്ങൾ ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ വരുമ്പം ഈ സ്പോട്ടിൽ വരാൻ നോക്കുക. ഇതൊന്നും അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ്. ഇവിടുത്തെ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. നമ്മുടെ അവിടെ എനിക്ക് തോന്നണില്ല ഇത് അറിയുമെന്ന്. സോ ട്രൈ ടു കം ഹിയർ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ വരുമ്പോൾ. അരിസ്റ്റോട്ടൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ജർമ്മൻ വേർഡാണ്. ആൻഡ് ഇവിടെ നിന്ന് 10,000 years ago വാസ് ഫോം ചെയ്ത ഗ്ലേസിയേഴ്സിലെ വെള്ളമാണ് ഈ മെൽറ്റായി ഇറങ്ങി വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ആരെ റിവർ. ഇതിനെ പറഞ്ഞാണ് ആരെ റിവർ. AARE. മനസ്സിലായോ? കാണോ ആ ഗുഹ പോലത്തെ സാധനം കണ്ട ഗുഹ. ഡോർമെട്രി ആയിരുന്നു ഇത്. പിടിച്ചോ, ഇത് നമുക്ക് വെക്കാം. സൂനിയർ ഗൈസ്, അവിടെ ആ കാണുന്ന സംഭവം, അതായത് ആ ഗുഹ എന്ന് പറയുന്നത് എന്താണ്, വേൾഡ് വാറിൽ ബങ്കേഴ്സ് ആയിരുന്നു. 185 ഓഫീസേഴ്സിൻ്റെ ഡോമെട്രി സെറ്റപ്പാ. അത് പണിഞ്ഞതേ ഉള്ളൂ, ഉപയോഗിച്ചിട്ടേ ഇല്ല. റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് വെള്ളം. ഇതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ ഇതാണ് ബങ്കർ. പിന്നെ അങ്ങേ സൈഡിൽ പോയ റെയിൽവേ ട്രാക്ക്. എന്താണല്ലേ, അത് ആക്ച്വലി യൂസ് ചെയ്തിട്ടില്ലാണെന്ന് പറഞ്ഞാൽ അവരത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്തിട്ടില്ല. യു ക്യാൻ പോസ് ആൻഡ് റീഡ് ഇഫ് ഇൻട്രസ്റ്റഡ്. എന്തായാലും ഇങ്ങനെ ഇവിടെ സ്ഥലങ്ങളൊന്നും അറിഞ്ഞും കൂടിയില്ല. എങ്കിൽ സ്വിറ്റ്സർലാൻഡ് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനത്തെ ഹിഡൻ പ്ലേസസ് അല്ലേ. കുറേ ഹിഡൻ പ്ലേസസ് അല്ലേ സ്വിറ്റ്സർലാൻഡ്. ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ പ്ലേസസ് ഉണ്ട് ഇവിടെ. ഇതൊന്നും പൊളിഞ്ഞു വീഴില്ലല്ലോ അല്ലേ? അല്ലേ അല്ലേ അല്ലേ? ജുവാൻ, ഇത് പൊളിഞ്ഞു വീയോ? പാലം പൊളിഞ്ഞു വീയോ? ഞാനാണ് വന്നേക്കണേ, അതുകൊണ്ടല്ലേ പാത്ത് സംഭവിക്കാം. അവിടെ ഒരു വലിയ യൂറോപ്പുകാര്. ഒരു മൗണ്ടൻ, ഒരു ഹിൽ സ്റ്റേഷൻ എങ്ങനെ ഇത്രയും ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കണം എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാട്ടോ അത് ശരിക്കും കണ്ട് പഠിക്കേണ്ടതാണ്. അത് കുറച്ച് നാരോ സീനായി ഇപ്പം അല്ലേ, നടക്കാൻ കുറച്ച് നാരോ ആയി. ഫ്രണ്ട്സ്, ഇതൊന്നും ഇവിടെ കാണണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എല്ലാം ലൈം സ്റ്റോൺസ് ആണ്. ആക്ച്വലി അതവിടെ അവരുടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഹാങ്ങിങ് ലൈം സ്റ്റോൺസ് ആണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. എന്തായാലും ഇത്രയും വർഷങ്ങളായിട്ടുള്ള ആ ബങ്കേഴ്സ് കണ്ടപ്പോഴത്തെ അടിപൊളിയായിരുന്നു. ദേ ഇവിടെ ഡോറിൽ ഇവിടെ ലവ് ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ലവ് ലോക്ക് നമ്മൾ പാരീസിൽ അവിടെ പോയപ്പോൾ ആ ലവ് ലോക്ക് ആക്ച്വലി അതെല്ലാം കളഞ്ഞാണ്. ബിക്കോസ് ബ്രിഡ്ജിൻ്റെ വെയിറ്റ് കൂടിയിട്ട്. ഗൈസ്, നമ്മൾ മറ്റേ നാരോ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ആ അടിപൊളി അടിപൊളി സൂപ്പർ. നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ ഇനി പോണത്. അവരോട് വരട്ടെ, കണ്ടു പോകാം.
പേടിയൊന്നും ആയില്ല, അവർ വരട്ടെ കുട്ടാ. അവരവിടെ പയ്യെ നടന്നു വരുന്നുണ്ട്. ഇവിടെ നനയോ മൊത്തം കുഴിയാണ് കഴിച്ചൊന്നും കാണല്ലോ. എവിടെയാണ് അതെ അതെ ഇതെങ്കൂടാണ് നമ്മൾ പോണെന്നൊരു പിടിയുമില്ല. സീനാണ്. ഓ ഇതൊക്കെ ബങ്കസ് ആണോ? അപ്പോൾ ഇതൊക്കെ ഓ ഇതൊക്കെ ബങ്കസ്. ഇതും ഇസ് എ പാർട്ട് ഓഫ് ബങ്കസ്. ഇവിടെ എന്തോ വഴിയുണ്ടോ അതിൻ്റെ ഇടയ്ക്ക്? എൻ്റെ ദൈവം, ഈ സ്ഥലം ഒരു രക്ഷയില്ലട്ടാ. വെറുതെ പൊള്ളി പൊള്ളി. കിട്ടില്ല മിഞ്ചു. വീഡിയോ വരണം. എന്ത് സംഭവം? കെമിക്കൽ ആണെങ്കിൽ ഈ റോക്സിനെ മെൽറ്റ് ചെയ്തു. അതാണ് മെൽറ്റ് ചെയ്ത് ഇങ്ങനെ ഈസി ആണ്. അപ്പൊ അതൊക്കെ അങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കാന്നോ പറയണ? കല്ല് മഴ വെള്ളം വീണ് പാറ ആണെങ്കിൽ മെൽറ്റ് ആവുകയാണ്. ഓ ഓക്കെ. പാറ ഇതാവുന്നു. അങ്ങനെ വെള്ളം വീണുള്ള പാറയുടെ നല്ല ഫോഴ്സ് നമ്മൾ ആ ബങ്കറിൽ ഇവിടെ വന്ന് ഇവിടെ വെള്ളത്തിന്റെ ഫോഴ്സ് നോക്കിയാണ്. അവിടെ ഒരാൾ സാക്സഫോൺ എന്തോ വായിക്കുന്നുണ്ട്. ഒടുക്കത്തെ ഫോഴ്സ്. അതിന്റെ പേരറിയോ? സ്വിറ്റ്സർലാൻഡിലെ പ്രത്യേകം ഇതാണ്. സ്വിറ്റ്സർലാൻഡിൽ പല സ്ഥലത്ത് പോകുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ഓ ഇവിടെ വെള്ളത്തിന്റെ ഫോഴ്സ് വെറുതെ ഇതാണ്. ഇപ്പം മേലിനൊക്കെ വെള്ളം വീണ് തുടങ്ങിയിട്ടാ. ഓക്കെ, ഹ്യൂജ് ഫോഴ്സ്. വണ്ടർഫുള്ളി സ്മൂത്ത് ലേറ്റർ മിൽസ് ആർ എക്സാമ്പിൾസ് ഓഫ് മെക്കാനിക്കൽ ഇറോഷൻ. ഇങ്ങനത്തെ മില്ലും ഇങ്ങനത്തെ നാരോ പാത്രത്തിലും ഓ പൊളി പൊളി പൊള്ളി. ആ വ്യൂ അടിപൊളിയല്ലേ? ഇപ്പോഴും ഭയങ്കരമായിട്ട് ഞാരോ ആയിക്കൊണ്ടിരിക്കുകയാണത്. അത് ഞാരോ ആണ്. സ്ലോ റോഷൻ കാണണം. ആ ഒരു സീനും കൊണ്ടാണ് ഇവിടെ ഞാരോ ആവണത്. നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ഗുണ കേപ്പ്. സ്ഥലം എങ്ങനെയുണ്ട്? പറയാനില്ല, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. വെള്ളം വീണുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പം അവർ ചെയ്തിട്ടുണ്ട് ദിസ് ഇസ് സ്മോൾ ഗ്യാപ്പ്. ഇവിടെ ഉള്ളതിൽ വെച്ചുള്ള ഏറ്റവും ചെറിയ ഗ്യാപ്പാണെന്ന് തോന്നുന്നത്. ഇമ്പോസിംഗ് ഗ്ലേസ് തമ്മിൽ ദി സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ഡ്രോപ്പ്. ഓ മൈ ഗോഡ്, അതാണല്ലോ ഇത്. ഓ ജുവാൻ, നമ്മൾ ആ വഴിയല്ല വന്നില്ല. പിന്നെ സ്മോളസ്റ്റ് പാർട്ട്. അയ്യോ, അതിൻ്റെ ഒരു കൊച്ചാണ്. അല്ലല്ല, ആ പാവക്കുട്ടിയാണ്. That's okay, that's okay. Please, please.
ഗൈസ് നമ്മൾ ആക്ച്വലി അവിടുത്തെ വെള്ളത്തിന് ആക്ച്വലി ഇവൻ പറഞ്ഞപ്പോഴാണ് അത് നോട്ടീസ് ചെയ്തത്. ഒരു ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞ് ഇറങ്ങിയാനും ഉള്ളല്ലോ. സോ അതിൻ്റെ ഒരു അസിഡിക് പോലെ ഒരു സ്മെല്ലുണ്ട് അതിന്. അതോ ഇനി വേറെ വല്ലതും അവിടെ ഒരു പട്ടിക്കുട്ടി വന്നു. ഓ ബ്യൂട്ടി മാൻ. നടന്നു നമ്മൾ കെയിം ടു ദ എൻഡ്. നമ്മൾ ഏറ്റവും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആക്ച്വലി അവിടെ നിന്ന് വെസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ലോട്ടിന്റെ വെസ്റ്റ് നിന്നും ഹൈക്ക് ചെയ്യാം, അപ്പുറത്തെ സൈഡിൽ നിന്ന് ഹൈക്കാം. നമ്മൾ വന്ന സൈഡിൽ നിന്ന് ഹൈക്കാം. ഓ ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡ് ഇത്രയും ട്രെൻഡിങ് ഹോട്ട്സ്പോട്ടായിട്ട് നിൽക്കുന്നത്. ജോൻ ഹൗസ് ഇറ്റ്? അതെ. ഇനി തിരിച്ച് നമുക്ക് എന്തോ ഇവിടുന്ന് ട്രെയിൻ റൈഡ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. എന്തായാലും അതെ വാ ജോൻ, നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ അല്ലേ? നമ്മൾ അവിടെ ആർഷോട്ട് ഓസ്റ്റിലാണ് നമ്മളിവിടെ എത്തിയത്. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി മീൻസ് ആ ഏരിയയിൽ തന്നെയാണ് കോമ്പൗണ്ടിന്. നമ്മൾ ലഞ്ച് കൊണ്ടുവന്നുണ്ട്, എന്തോ പ്രാപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വിൽ ഹാവ് എ ലഞ്ച് ഫ്രം ഹിയർ. എന്നിട്ട് നമ്മൾ തിരിച്ച് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നമുക്ക് ട്രെയിനിൽ പോവാം. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ആ ഗുഹേൻ്റെ ഉള്ളിൽക്കൂടെ ഒരു ട്രെയിനുണ്ട്. അങ്ങനെ ട്രെയിൻ എടുത്ത് പോകാനാണ് പ്ലാൻ. ലെറ്റ്സ് സീ. ഇത് കൊള്ളാം. ഇങ്ങനെ ലോണൊക്കെ ഉണ്ട്, ആൾക്കാർ ഫുഡ് കഴിക്കുന്നു. പാർക്കാണ് മെയിൻ പിള്ളേർക്കുള്ള. പൊളിയിലെ ഇവിടെ തോന്നുന്നു നമ്മൾ ഇന്ത്യൻസിന് ഇവിടെ ഒരു ഇന്ത്യൻസിനും കണ്ടില്ല. ബാക്കി സ്വിറ്റ്സർലൻഡ് എവിടെ പോയാലും ഫുള്ള് ഇന്ത്യൻസ് മെഴുകണയാണ്. പക്ഷെ ഇവിടെ ഒരു ഇന്ത്യൻസ് പോലും കാണില്ല ഇതുവരെ നമ്മളല്ലാതെ. ബിക്കോസ് ഈ സ്ഥലം അത്രയും ഹോട്ട് ട്രെയിനിങ് ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇവിടുത്തെ ലോക്കലൈസ്ഡ് ആൾക്കാരും പിന്നെ അറിഞ്ഞു വരുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ നടക്കുവാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. യെസ്, ദേ ഇവിടെ പാർക്കിങ്ങിൽ ഫുള്ള് ക്യാമ്പർ വാൻ പാർക്കിംഗ് സ്പേസ്. അടിപൊളി. ഇവിടെ കുറേ പേര് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ക്യാമ്പർ വാൻ ട്രിപ്പിംഗ്. പൊള്ളിയല്ലേ? അത് നമ്മൾ കണ്ട ലേക്കാണ് ഈ സൈഡിലുള്ള. എന്താണോ ഇത്? ഏകദേശം ട്രെയിൻ റൈഡ് ചെയ്തോ 6 മിനിറ്റ് എന്തോ ഉള്ളൂ ഇവിടുന്ന്. 6 മിനിറ്റ്സ് നെക്സ്റ്റ് സ്റ്റോപ്പ്. അതായത് നേരത്തെ കണ്ട ഇതില്ലേ കേവ്, അതിന്റെ അപ്പുറത്ത് റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോണേ. ഇവിടെ നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷൻ നമ്മൾ ആർഎസ്ലോട്ട് OST. നമ്മൾ നേരത്തെ വന്ന് ഇറങ്ങിയ നമ്മൾ കയറി അതേ സ്ഥലത്ത് തന്നെയാണ്. ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഇത് കേവാണ്. ഓ മൈ ഗോഡ്, ഇങ്ങനെ സ്ഥലമാണത്. ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റൂലേ? Every day I drive my car to my little job, and I find some peace in the stations that I throw on. But I wish there was a song with your name as the title. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നീങ്ങാണ്. നമ്മൾ ഇനി കുറേ സ്റ്റെപ്സ് കയറിയിട്ടാണ് നമ്മൾ പോകേണ്ടത് അല്ലേ ജോൻ? പാർക്കിൻ്റെ കൂടെ കയറി സ്റ്റെപ്പ് കയറി തുടങ്ങിയാൽ നിർത്തരുത്. സോ ഗായ്സ്, നമ്മൾ വി ആർ ബാക്ക് ടു വി സ്റ്റാർട്ടഡ് ആർസ്ലോട്ട്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോപ്പ് യു ഗൈസ് ഓൾസോ എൻജോയ്ഡ്. ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. നമ്മളിപ്പം അങ്ങനെ ട്രെയിൽ കയറി ഇങ്ങനെ കറങ്ങി വന്നു. ആൻഡ് ഫ്രം ഹിയർ നമ്മൾ എന്താ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ വി നോട്ട് ഡിസൈഡ് ഇറ്റ്. മേ ബി ഇൻ്റർലാക്കൻ ആയിരിക്കാം, അറിയില്ല.
സോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഗൈസ്. ഹോപ്പ് യു ഗൈസ് ഓൾസോ എൻജോയ്ഡ്. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. സ്വിറ്റ്സർലൻഡ് അടിപൊളി കിടിലൻ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. ടിൽ ദെൻ സൈനിങ് ഓഫ്, കിമിച്ച് ജുവാൻ ഫ്രം ആർസലോട്ട്. Bye. Such drama queen, such drama queen, and I wish there was a song.